SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ കണിച്ചുകുളങ്ങര സ്കൂളിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ വോട്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ 81-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട്. ദിലീപ്, അതിനൊപ്പം മറ്റു ചില വിവരങ്ങൾ വരുന്നുണ്ട്. അത് ഒരു പ്രതിഷേധത്തിൻ്റെതാണ്. തിരൂരിൽ പറവണ്ണ 112-ാം നമ്പർ ബൂത്തിലെ മിഷൻ കംപ്ലൈന്റ് ആയിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. അവിടെ വലിയ പ്രതിഷേധം വോട്ടർമാർ ഉയർത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വോട്ടിംഗ് മെഷീന്റെ ബാറ്ററി തകരാറിലായി എന്നുള്ളതാണ് വിശദീകരണം. ചില മണ്ഡലങ്ങളിലൊക്കെ ഈ നിലയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് പോളിംഗ് മന്ദഗതിയിലാകുകയോ വൈകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്വരമായി ഇടപെടുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു സവിശേഷത. ഏതായാലും ഇവിടെ അല്പസമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അവിടെ രോഗികളും പ്രായമായവരും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ഈ കാര്യം വന്നിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ചിലപ്പോൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ടല്ലേ? അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. അതെ, സാധാരണഗതിയിൽ അദ്ദേഹം ഇത്തരം പ്രതികരണങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നയാളല്ല. ഈ വിഷയം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. ഈ പ്രചാരണ വേളയിലടക്കം സജീവമായ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറയാനൊക്കെയായി ഉണ്ടായിരുന്നു. എല്ലാ വിഷയത്തിലും പ്രതികരിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട്. അത് ഒരു ഘട്ടത്തിൽ SNDP യോഗത്തിൻ്റെ അഭിപ്രായമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പരാമർശങ്ങളാണ്, അഭിപ്രായങ്ങളാണെന്ന് മകൻ തുഷാർ വെള്ളാപ്പള്ളി ഒരു ഘട്ടത്തിൽ പറയുന്നതിലേക്കൊക്കെ എത്തിയിരുന്നു കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും അതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരികയാണ്. തൃപ്പൂണിത്തുറയിലായിരുന്നു വോട്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ശരി, എന്തായാലും ശ്രീകണ്ഠൻ നായരും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക്. ഇലക്ഷൻ നല്ല ത്രികോണ മത്സരമല്ലേ? ശക്തമായ ത്രികോണ മത്സരം, ശക്തമായ ഒരു ത്രികോണ മത്സരമാണ്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ വാശിയേറിയ, നല്ല പ്രചരണം കൊടുത്തുകൊണ്ടുള്ള, നല്ല സമ്പത്ത് മുടക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം ആണ് ഒരുപക്ഷെ കേരളം കണ്ടിട്ട് വെച്ച് ഏറ്റവും കൂടുതൽ വാശിയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാവരും ഇറക്കിക്കൊണ്ടുള്ള ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ ചിലയിടത്തൊക്കെ വളരെ ശക്തമാണ്. മിക്ക സ്ഥലത്തും ത്രികോണ മത്സരമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ത്രികോണ മത്സരം വളരെ ശക്തമാണെങ്കിലും ചിലയിടത്തെല്ലാം ആ ത്രികോണ മത്സരമല്ല, രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് വളരെ ശക്തം. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ 100 സീറ്റ് കിട്ടുന്നവരും അതിൻ്റെ അപ്പുറത്ത് കിട്ടുന്നവരും ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്താകും, എങ്ങനെയാകും എന്ന് പെട്ടി ഒട്ടിച്ച് അറിഞ്ഞ ശേഷം പറയുന്നതായിരിക്കും വളരെ ഭംഗി. ആർക്ക്? എന്നെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ചിത്തൻ അതിഗംഭീരമായ വിജയം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്കും പ്രയോജിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കനത്ത പോളിംഗാണ്. എന്നാലും പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതെല്ലാം ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം അതിനകത്ത് തന്നെ 3-4 പേര് ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. രാഷ്ട്രീയത്തിൽ, പൊതുപ്രവർത്തനത്തിലെല്ലാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആഗ്രഹം കാണാം. വി ഡി സതീശ് കാണാം,
അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലക്ക് കാണാം, വേറെ പലർക്കും കാണാം. അത് സ്വാഭാവികമാണ്. അതിനെപ്പറ്റി ഒന്നും ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരി. ഞാൻ ഒരു അഭിപ്രായം അതിനെപ്പറ്റി പറയുന്നില്ല. ആരാകണം എന്നുള്ളതിനെ പറ്റി ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ പേരിപ്പോൾ ഇടേണ്ട കാര്യമുണ്ടോ? ജനിച്ചു വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എല്ലാവരും യോഗ്യൻ തന്നെയാണ്. എല്ലാവരും യോഗ്യന്മാരാണ്. കാരണം MLA എന്ന നിലയിൽ പിന്നെ പാസ്സായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിന് യോഗ്യരല്ലേ? ആരും അയോഗ്യരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ അതുപോലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തർക്കത്തിലേക്ക് വിടാതെ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ശക്തമായിട്ട് ഇന്നവർ വരും ഇന്നവർ വരികയില്ല എന്ന് ശക്തമായി പറയാൻ സാധിക്കില്ല. എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശങ്ങൾ എന്തെല്ലാം നിലയിലെത്തുമെന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കില്ല. NDAക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. NDAക്ക് മുന്നേറ്റം എന്ന് പറഞ്ഞ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് മുൻകൊല്ലത്തേക്കാൾ NDA ഇന്ന് അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നുള്ളത് നേരെ തന്നെയാണ്. അതെനിക്കറിയില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയെന്ന് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ തന്നെ പൊതുവെയുള്ള നിലവാരം വെച്ച് പരിശോധിച്ചാൽ NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ചെറ്റ പോലത്തെ പരാമർശം പ്രതിഫലിക്കുമായിരുന്നു. ഞാനൊരു സാഹചര്യത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റു വിഷയങ്ങളിലേക്കൊന്നും വിടാതെ എന്നെ വിടാൻ അനുവദിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.